പ്രധാനമായുള്ളത് ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുമെന്നുള്ളതാണ്. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുക. പീഡനക്കുറ്റം നിലനിൽക്കില്ല എന്നും യുവതി പരാതി നൽകാൻ വൈകിയെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ വാദിക്കുന്നുണ്ട്. മുഴുവൻ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദീകരിക്കാൻ തയ്യാറാണെന്നും രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നു. നിതിൻ സേവ്യറിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്ന് നിതിൻ, ഇന്നിപ്പോൾ ഹൈക്കോടതിയിലാണ് ജാമ്യാപേക്ഷ വരുന്നത്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. ഒരുപക്ഷെ ഹൈക്കോടതി തീരുമാനം വന്ന ശേഷം മാത്രമായിരിക്കും അടുത്ത നടപടികൾ രാഹുലിന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ കോടതി ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട വാദങ്ങളാണ് രാഹുൽ ഉയർത്തുന്നത്? എപ്പോഴാണ് കേസ് പരിഗണിക്കുക? ജിൽസി, കേസെടുത്തതിന് പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ പോയിരുന്നു. ഒളിവിൽ പോയി 9 ദിവസങ്ങൾ പിന്നിടുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇത്തരത്തിൽ ഹർജി ഫയൽ ചെയ്യുന്നത്. ഏതായാലും ഇന്ന് രാവിലെ ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഇതിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടം തന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു തനിക്ക് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്നും ഗർഭചിത്രം നടത്താനെടുത്ത തീരുമാനം അത് പരാതിക്കാരി സ്വയം എടുത്ത തീരുമാനമാണെന്നും താൻ അത്തരത്തിൽ നിർബന്ധിച്ചിട്ടില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ സെഷൻസ് കോടതി താൻ നൽകിയ തെളിവുകൾ അല്ലെങ്കിൽ തൻ്റെ വാദങ്ങൾ പൂർണ്ണമായി കേട്ടില്ല എന്നും തനിക്ക് തൻ്റെ കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാനുള്ള സമയം നൽകണം എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെട്ടുള്ളത്. ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയാണ് ചെയ്തത്. ഇത് രാഷ്ട്രീയ ഗൂഢാലോചന ഭാഗമാണ്. ഒപ്പം തന്നെ ഈ പരാതി നൽകാൻ ഏറെ വൈകിയതും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പരാതിക്കാരി പരാതി നൽകിയിട്ടുള്ളതെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഒപ്പം തന്നെ ഏത് കാര്യമുണ്ടെങ്കിലും അത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കാൻ അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്താൻ താൻ തയ്യാറാണ്. പക്ഷേ താൻ നൽകുന്ന തെളിവുകൾ കൂടി ചർച്ചയ്ക്കെടുക്കണം അല്ലെങ്കിൽ അതിന്മേൽ കൂടി വാദം കേൾക്കണം. തൻ്റെ വാദം അല്ലെങ്കിൽ താൻ നൽകിയ തെളിവുകൾ പൂർണ്ണമായി അംഗീകരിക്കാൻ സെഷൻസ് കോടതി തയ്യാറായില്ല തുടങ്ങിയ വാദങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തൻ്റെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഈ കേസ് ഹൈക്കോടതി പരിഗണനയ്ക്കെടുക്കും. ഏതായാലും ഇതിൽ ഒരുപക്ഷെ പ്രോസിക്യൂഷന്റെ വാദം കേട്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ കേസ് മാറ്റിവെക്കുകയോ മറ്റോ ചെയ്യുക. ഇന്ന് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു വിധി വരാനുള്ള സാധ്യതയില്ല. ഏതായാലും ഇന്ന് രാവിലെ ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് പരിഗണനയ്ക്കെടുക്കുന്നത്. നേരത്തെ ഈ രാഹുലിനെ രക്ഷപ്പെടാൻ ശ്രമിച്ച കേസിൽ രാഹുലിന്റെ 2 സ്റ്റാഫുകളെ കൂടി പ്രതി ചേർത്തിരുന്നു. ഫസലിനെയും ആൽവിനെയുമാണ് പ്രതി ചേർത്തിട്ടുള്ളത്. അപ്പോൾ കേസന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ ഇപ്പോഴും പോലീസിനായിട്ടുമില്ല. പക്ഷേ ഈ ജാമ്യാപേക്ഷയിൽ വിധി വന്ന ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് രാഹുൽ കടക്കുക. വിധി അനുകൂലമായാൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ തന്നെയായിരിക്കും കോടതി വിധിക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ കീഴടങ്ങാനുള്ള സാധ്യതയുമുണ്ട് വിധി പ്രതികൂലമായാൽ. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.